റിയാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടം ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടം സന്ദർശിച്ചാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുക. 8 മണിക്കാണ് അത് ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും പലതരത്തിലുള്ള തിരക്കുകൾ മൂലം ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ ഖബറിടത്തിലേക്ക് നീങ്ങും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഖബറിടത്തിലെ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുക. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നിലമ്പൂർ വ്യാപാര ഭവനിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിനകത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. നമസ്കാരം ആര്യാടൻ ഷൗക്കത്ത്, എന്തായാലും അഭിനന്ദനങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിന്. ഇന്നലെ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ പ്രധാനമായും നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഇപ്പോൾ നിലമ്പൂരിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ ഇവിടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. നിലമ്പൂർ കൈവെള്ള പോലെ അറിയാം. ഈ നിലമ്പൂരിലെ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് യുവതിരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അജണ്ട? അല്ല, എല്ലാ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടും. അതിൽ പ്രധാനമായിട്ട് കേരളത്തിലെ ഇന്നത്തേക്ക് ഈ കഴിഞ്ഞ 8-9 വർഷമായി കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ ദുസ്സഹമായ അവസ്ഥാവിശേഷം, അതേപോലെ തന്നെ നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, എല്ലാ കാര്യങ്ങളും ഈ 2 കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചർച്ചാ വിഷയമാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ കാലത്ത് നിലമ്പൂർ പഞ്ചായത്തിൽ ഒരു നിലമ്പൂർ മോഡൽ ഉണ്ടായിരുന്നു. ആ നിലമ്പൂർ മോഡൽ ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുമോ? ജനങ്ങൾ ഓർക്കുക എന്ന് മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്തായി അംഗീകരിച്ചത് ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിലമ്പൂരിനെയാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ ആദ്യമായി എല്ലാവർക്കും 10ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത മുനിസിപ്പാലിറ്റിയുടെ പേര് നിലമ്പൂർ എന്നാണ്. കേരളത്തിൽ അതുപോലെ നിരവധിയായ മാതൃകാ പദ്ധതികൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത പഞ്ചായത്ത് നഗരസഭയായിരുന്നു നിലമ്പൂർ. അത് ഇടതുപക്ഷോ UDFO എന്ന് വ്യത്യസ്തമില്ലാതെ എല്ലാ ഗവൺമെൻറ്റുകളും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല. വാസ്തവത്തിൽ ഈ നിലമ്പൂരിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണച്ചതുകൊണ്ടാണ് ഇത് അംഗീകരിക്കുക, ഇത്തരം അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ഇനിയും അതേപോലെ ഈ നിലമ്പൂരിന് ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അജണ്ട സെറ്റിംഗ് ആണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് സാധ്യമാക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ, അത് PV അൻവർ രാജിവെച്ചതുകൊണ്ടാണ്. അദ്ദേഹം ഉന്നയിച്ച വളരെ ഗുരുതരമായ, സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കേണ്ടതില്ല, പകരം നിങ്ങളുടേതായ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട അതാണോ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയൊന്നുമല്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ PV അൻവർ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ 9 വർഷക്കാലമായി UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇടതുപക്ഷത്തെ എതിർക്കുക എന്നാണ് PV അൻവറിൻ്റെ പ്രധാന നയമെങ്കിൽ, സ്വാഭാവികമായിട്ടും നയമെങ്കിൽ എന്നല്ല, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷ? അല്ല, അതൊക്കെ ഞാനല്ല പറയേണ്ടത്. അത് എൻ്റെ നേതൃത്വമാണ് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. UDF നേതൃത്വം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും, അവരതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ വളരെ യുക്തവും സുവ്യക്തവുമായ ഒരു തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്. അല്ല, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷം ചില രാഷ്ട്രീയ കാരണങ്ങളാണ് പറയുന്നതെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അദ്ദേഹം. അതും താങ്കളെക്കുറിച്ച്, താങ്കൾ LDF സ്ഥാനാർത്ഥി അവൻ്റെ ശ്രമം നടത്തിയത്. ഞാൻ അങ്ങനെ ഒരു വിവാദങ്ങളുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്ക് ഈ മണ്ഡലത്തിൽ കുറേ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കാനുണ്ട്. വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും ഞാൻ കാണുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും
പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തരം വിവാദങ്ങളിലേക്കും അതിന് മറുപടി പറയാനൊന്നും ഞാൻ ഇപ്രാവശ്യം തയ്യാറാവുന്നില്ല. അല്ല, ആ പരാമർശങ്ങളെ അങ്ങ് അവഗണിക്കുകയാണോ അതല്ല അതിൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയാണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ എന്താണ് ഒക്കെ നിലമ്പൂരുകാർക്കും നാട്ടുകാർക്കും കേരളീയ സമൂഹത്തിനും അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, അദ്ദേഹം ആ ചോദ്യത്തോട് മറുപടി പറയുന്നില്ല.